കൊറോണയും നിപ്പയും നേരും നുണയും നേരിടേണ്ടതെങ്ങനെ? നമ്മുടെ നേച്ചർ ലൈഫ് സംഗമം വീണ്ടും നടക്കുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ. നവംബർ 21 ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ. കുടുംബസമേതം വരണം. വിശദ വിവരങ്ങൾക്ക് 9496044503. മാംസാഹാരങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം. മന്ത്രി ചിഞ്ചുറാണി. മാതൃഭൂമി 2023 ഒക്ടോബർ 17 ചൊവ്വാഴ്ചയിലാണ്. മന്ത്രിയുടെയും ചില പ്രമുഖരുടെയും ചിത്രങ്ങൾ സഹിതമാണ് വാർത്ത. മാംസാഹാരങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം. മന്ത്രി ചിഞ്ചുറാണി. ഞാനിത് വളരെ താല്പര്യത്തോടെ വായിച്ചു. എന്നെക്കുറിച്ച് കൂടി വല്ലതും പറയണുണ്ടോ എന്ന് നോക്കണമല്ലോ. വായിച്ചാൽ അങ്ങോട്ട് ചിരിച്ചു. ചിഞ്ചുറാണി അതിസമർത്ഥയായ ഒരു മന്ത്രിയാണ് എന്നെനിക്ക് മനസ്സിലായി. വളരെ സാമർഥ്യത്തോടെയാണ് ട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് ടേസ്റ്റിയുടെ സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ചിഞ്ചുറാണി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. സമ്മതിക്കണം, ഇങ്ങനെ വേണം നിർത്തിക്കൊല്ലാൻ. അതിൽ മന്ത്രി ചിഞ്ചുറാണിക്കുള്ള കരവിരുതല്ല വാവിരുത് സമ്മതിച്ചിരിക്കുന്നു. മാംസാഹാരങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം. മന്ത്രി ചിഞ്ചുറാണി. അതിലൊരു സംശയമുണ്ട്. ഈ മാംസാഹാരങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം ചിലർ നടത്തുമെന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു എന്നാണോ, അതോ മാംസാഹാരങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം മന്ത്രി ചിഞ്ചുറാണി നടത്തുന്നു, അതോ മാംസാഹാരങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം മന്ത്രി ചിഞ്ചുറാണി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മന്ത്രി ചിഞ്ചുറാണിയാണ് ദുഷ്പ്രചാരണം മാംസാഹാരങ്ങൾക്കെതിരെ നടത്തുന്നത് എന്നും വരാമല്ലോ. ഏതാണ് ശരി എന്നൊരു സംശയം. ആ സംശയം വന്നിട്ട് താഴേക്ക് വായിച്ചപ്പോഴാണ് ഞാൻ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങിയതും മന്ത്രിയുടെ കൂർമ്മ ബുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നതും. അതിൻ്റെ ബൈലൈൻ കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്കോഴികളിലെ ആൻറ്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം ഗൗരവമുള്ളത്. അത് ദുഷ്പ്രചാരണമായിരിക്കില്ല, സത്പ്രചാരണമായിരിക്കും. മന്ത്രി തന്നെ പറഞ്ഞതാണ്. കൊച്ചി. ഇറച്ചിക്കോഴി അടക്കമുള്ള മാംസാഹാരങ്ങൾക്കെതിരെ വ്യാപക ദുഷ്പ്രചാരണം നടക്കുന്നതായി മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി. ഹോർമോൺ കുത്തിവെച്ച കോഴിയാണ് വിൽക്കുന്നതെന്നാണ് പ്രചാരണം. ഇത് ശരിയല്ല. അപ്പോൾ ദുഷ്പ്രചാരണത്തിനെതിരെയാണ് മന്ത്രി ചിഞ്ചുറാണി സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഹോർമോൺ പോലുള്ളവയെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇറച്ചിക്കോഴികൾക്കില്ല. അങ്ങനെ ഒട്ടും ശേഷിയില്ലാത്ത ഈ സാധനത്തെ തിന്നുന്നവർക്ക് അതിൽ നിന്ന് എങ്ങനെ ശേഷി ഉണ്ടാകും എന്നൊരു സംശയം എനിക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇറച്ചിക്കോഴികൾക്കെതിരെയുള്ളൊരു ദുഷ്പ്രചാരണം, അതിനൊരു ശേഷിയില്ല, ദുർബലമായ ഒന്നാണ് എന്നൊക്കെ പറയുന്നത് ദുഷ്പ്രചാരണമാണോ സത്പ്രചാരണമാണോ എന്ന് മന്ത്രി എന്തൊക്കെയാണ് കൂർമ്മബുദ്ധിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നിശ്ചയമില്ല. എന്നാൽ ഇറച്ചിക്കോഴികളിലെ ആൻറ്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം ഗൗരവത്തോടെയാണ് കാണുന്നത്. അപ്പോൾ ഇറച്ചിക്കോഴികൾ കഴിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് മന്ത്രി നമ്മോട് പറയുന്നത്. ഇത് തിന്നാൽ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുന്ന ട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് ടേസ്റ്റിയുടെ മീറ്റിങ്ങിൽ പോയിട്ടാണ്. അവിടെ പോയിട്ട് നേരെ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ തന്മയത്വമായി അവരെ സുഖിപ്പിക്കുകയും അതേസമയം പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിലാണ് മന്ത്രി ചിഞ്ചുറാണിയെ ഞാൻ അഭിനന്ദിക്കുന്നത്. ഈ വിദ്യ പടച്ചോനെ ഞമ്മക്കൂടെ പിടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടതൊക്കെ വരുമായിരുന്നു.
4-5 കേസുകൾക്ക് കോടതിയിൽ ഇങ്ങനെ ഓടി നടക്കേണ്ടതാണ് ഞമ്മൻ്റെ അവസ്ഥ. മന്ത്രിയെ സമ്മതിച്ചിരിക്കണു. ഇത് തടയാൻ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. എത്ര കാലമായി ഇത് കേൾക്കണത്? ഇനിയും അടുത്ത മന്ത്രി വരുമ്പോഴും ഇത് തന്നെ പറയും. അങ്ങനെ പറയാൻ അടുത്ത മന്ത്രിക്ക് എന്തെങ്കിലും വേണ്ടേ? തീർക്കരുതല്ലോ കാര്യങ്ങൾ. ഭക്ഷ്യോൽപാദന വിതരണ മേഖലയിൽ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി രൂപം നൽകിയ ട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് ടേസ്റ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചിഞ്ചുറാണി. അപ്പോൾ ദുഷ്പ്രചാരണം എന്നുള്ളത് ഹോർമോൺ കുത്തിവയ്ക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിലാണ്. ഹോർമോണൊന്നും കുത്തിവയ്ക്കുന്നില്ല. അതിനെയൊന്നും താങ്ങാനുള്ള ഒരു കരുത്തും ഈ ഇറച്ചിക്കോഴികൾക്ക് ഇല്ലന്നേ. ഒന്നിനും കൊള്ളാത്തതാണ്. ഒരു ബലവും ഇല്ല, ഒരു പ്രതിരോധ ശേഷിയില്ല. അത് കഴിക്കണവരുടെ കാര്യവും കഷ്ടമാകുമെന്നൊക്കെ നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുക. ഇറച്ചി മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ അത് കഴിക്കുന്നവരിലേക്ക് കടക്കുകയും ഗുരുതരമായ പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ. സൈമൺ ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും. സൈമൺ ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 9496044503 ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്ട്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ലോകാരോഗ്യ സംഘടന തുടങ്ങി എത്രയോ വിദഗ്ധന്മാർ മുന്നറിയിപ്പ് തരുന്നതാണ്. നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ അത് തകർക്കുന്നു. നിങ്ങളുടെ വയറ്റിലുള്ള ഗട്ട് ബാക്ടീരിയകളെ ഈ ആൻറ്റിബയോട്ടിക്കുകൾ കൊല്ലുന്നു. നിങ്ങൾക്ക് ദഹനപ്രയാസങ്ങൾ ഉണ്ടാകുന്നു, അൾസർ പിടിക്കുന്നു, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, നിങ്ങളുടെ ശരീരമൊട്ടാകെയുള്ള പ്രതിരോധ സംവിധാനം, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ തകരുന്നു. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ ശക്തരാകുന്നു. ഇതെത്രയോ വർഷങ്ങളായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് തടയാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും. ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കില്ല. കാരണം ബ്രോയിലർ ബിസിനസ് അത്രയേറെ ശക്തമാണ്. മാഡ് ഡൊണാൾഡ്സിൻ്റെയും കില്ലർ FC-യുടെയും പിശാച് ഹട്ടിൻ്റെയും ബ്രോയിലർ ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങളെ തൊടാൻ എന്തിന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇറച്ചിക്കോഴികളുടെയും മുട്ടയുടെയും എല്ലാം കീടനാശിനി സാന്നിധ്യവും ഹോർമോൺ സാന്നിധ്യവും ആൻറ്റിബയോട്ടിക് സാന്നിധ്യവും തൊടാൻ സർക്കാരിന് സാധിക്കില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലെ കീടനാശിനികൾ പരിശോധിക്കാൻ തുടങ്ങിയ അനുപമ IAS-ന്റെ അവസ്ഥ എന്തായി എന്ന് കേരളത്തിന് അറിയാവുന്നതാണ്. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അവരെ സർക്കാർ ചെവിക്ക് പിടിച്ച് പുറത്താക്കി. ഇനി ഈ മാംസാഹാരത്തെക്കുറിച്ചുള്ള ബ്രോയിലർ മൃഗ ഇറച്ചികളെക്കുറിച്ചുള്ള അല്പം ശാസ്ത്രം നമുക്കൊന്ന് കേൾക്കാം, ആരോഗ്യശാസ്ത്രം നമുക്കൊന്ന് നോക്കാം. 2014 ലോകാരോഗ്യ സംഘടനയുടെ
ക്യാൻസർ ഗവേഷണ വിഭാഗമായ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ IARC ചില ശുപാർശകൾ സമർപ്പിച്ചു. റെഡ് മീറ്റ് ക്യാൻസറിന് കാരണമാകും. പശുവിറച്ചിയും പോത്തിറച്ചിയും കാളയിറച്ചിയും ആട്ടിറച്ചിയും പോർക്കിറച്ചി പന്നിയിറച്ചിയും അതുപോലുള്ള ഇറച്ചികൾ റെഡ് മീറ്റ് ക്യാൻസറിന് കാരണമാകും. പ്രോസസ്ഡ് മീറ്റ് ആണെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യത വളരെ ഇരട്ടിക്കുന്നു. എന്താണ് പ്രോസസ്ഡ് മീറ്റ്? ഉപ്പിട്ടുണക്കിയത്, രോഗങ്ങൾ പിടിപെട്ടിട്ട് മരുന്നെല്ലാം ചെയ്ത് സുഖപ്പെടുത്തിയ മൃഗങ്ങളുടെ മാംസം, പുളിപ്പിച്ച മാംസം, ഉപ്പിലിട്ടത്, കൂടുതൽ ദിവസങ്ങൾ ഇരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവുകൾ ചേർത്തത്, രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫ്ലേവറുകൾ ചേർത്തത്, ടിന്നിലടച്ചെല്ലാം വരുന്ന, പാക്ക് ചെയ്തു വരുന്നത്, നല്ലൊരു ശതമാനവും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്നത്, അവ ക്യാൻസറിൻ്റെ സാധ്യത വളരെ വളരെ കൂട്ടുന്നു. മാംസാഹാരങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം, ആ ദുഷ്പ്രചാരണം ലോകാരോഗ്യ സംഘടനയും നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഏറ്റെടുത്തതാണ്. 700-ലധികം പഠനങ്ങളെ ആധാരമാക്കിയിട്ട് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിലെ 22ഓളം ശാസ്ത്രജ്ഞന്മാർ, 10 രാജ്യങ്ങളിൽ നിന്നുള്ളവർ സംശയാതീതമായി തെളിയിക്കുന്ന കാര്യമാണ് റെഡ് മീറ്റ് ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അത് അമിതമായി കഴിക്കും തോറും ആ സാധ്യത വളരെ കൂടുന്നു. മിതമേതാണ് അമിതമേതാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല എന്നവർ പറയുന്നുണ്ട്. ഏതെല്ലാം ക്യാൻസറുകളാണ് മാംസാഹാരം കൊണ്ടുണ്ടാകുന്നത്? കോളോറെക്ടൽ ക്യാൻസർ, മലദ്വാരത്തിൻ്റെ ഭാഗത്തെല്ലാം ഉണ്ടാകുന്ന ക്യാൻസർ, പാൻക്രിയാസിലുണ്ടാകുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റിലുണ്ടാകുന്ന ക്യാൻസർ, പിന്നെ ഹൃദ്രോഗം, പ്രമേഹം, അമിതവണ്ണം, അതുപോലുള്ള നിരവധി അസുഖങ്ങൾ വേറെയും ഉണ്ടാകുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. റെഡ് മീറ്റിനെ ഗ്രൂപ്പ് 2A പ്രോബബിളി കാർസിനോജനിക് എന്ന രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ലോകാരോഗ്യ സംഘടന പെടുത്തിയിട്ടുള്ളതെങ്കിൽ പ്രോസസ്ഡ് മീറ്റിനെ ഗ്രൂപ്പ് 1 കാർസിനോജനിക് ആയിട്ടാണ് പെടുത്തിയിട്ടുള്ളത്. ആ ഗ്രൂപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്. പുകവലി, ആസ്ബസ്റ്റോസ് എന്നിവയെല്ലാമുള്ള ആ ഗ്രൂപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്. അതിനർത്ഥം അത്രയേറെ തെളിവുള്ളതാണ്, സംശയാതീതമായി തെളിഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഗ്രൂപ്പ് നമ്പർ 1. രണ്ടാമത്തേതാകുമ്പോൾ ഗ്രൂപ്പ് നമ്പർ 2യിലേക്ക് വരുമ്പോൾ ഇതേവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതൊക്കെ തന്നെയാണ്. എന്നാലും അത്രയേറെ ഉറപ്പിച്ചു പറയാറായിട്ടില്ല എന്ന് ചില ഭാഗങ്ങളിൽ അത് അവിടെ കിടന്നൊരു ഉരുളിച്ചയുണ്ട്. അങ്ങനെയല്ലാതെ പറ്റുകയില്ല. ഇത്രയും തന്നെ ഇവരൊക്കെ പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാനാവാത്തതാണ്. അപ്പോൾ നമ്മൾ പറയും, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരും ഒക്കെ ഇറച്ചി കഴിച്ചിരുന്നില്ലേ, എന്നിട്ടും 100 വയസ്സ് വരെ ജീവിച്ചില്ലേ? എൻ്റെ അപ്പൂപ്പൻ ഇറച്ചി മീൻ 100-102 വയസ്സും ജീവിച്ചു. ഇതേ പാർട്ടി തന്നെ ഒരിടത്ത് എന്നോട് തർക്കത്തിന് വന്നിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആയുസ് നിങ്ങൾക്കറിയാമോ 47 വയസ്സ് മാത്രമായിരുന്നു. അതേസമയം സ്വന്തം അപ്പൂപ്പൻ്റെ കാര്യം പറയുമ്പോൾ 102 വയസ്സ് വരെ പറയും. ആ കാര്യം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അപ്പൂപ്പന്മാർ ഏതാണ്ടൊരു 30 കൊല്ലം മുമ്പ് വരെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോയി കുർബാന കാണുകയും ഇറച്ചി മേടിച്ച് തിന്നുകയും ചെയ്തിരുന്നു. 5-8 പേരുള്ള വീടുകളിലേക്ക്, ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം തന്നെ പറയാം, രാവിലെ 6:30 മണിക്കുള്ള കുർബാനയ്ക്ക് പോകുന്ന അപ്പച്ചൻ ഇറച്ചിയും മേടിച്ചു വരും. ഞായറാഴ്ചകൾ വരുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് പെരുത്ത് സന്തോഷമായിരുന്നു. കാരണം രണ്ടാണ് കാരണം. ഒന്ന്, ഇറച്ചിക്കറി കിട്ടും.
ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇറച്ചിക്കറി. രണ്ടാമത്തെ സന്തോഷം, ഈ നരകം പിടിച്ച സ്കൂള് അന്ന് അടഞ്ഞു കിടക്കും. ഞങ്ങളുടെ വീട്ടിൽ 7 പേരുണ്ട്. 7 പേർക്കും കൂടെ അരറാത്തലിറച്ചിയും മേടിച്ചുകൊണ്ടാണ് അപ്പച്ചൻ വരിക. ദരിദ്രവാസികളുടെ കുടുംബങ്ങളൊക്കെ ഞായറാഴ്ച ഒരു അരറാത്തലേ വാങ്ങാറുള്ളൂ. അന്തസ്സുള്ള കുടുംബക്കാരാണെങ്കിൽ 1 കിലോ 2 കിലോ ഇറച്ചി മേടിക്കും. ആ 1 കിലോ 2 കിലോ ഒക്കെ ഇറച്ചി വാങ്ങുകയാണെങ്കിൽ ഓലമടല് പകുതിയായി കീറി അതുകൊണ്ട് മെടഞ്ഞ് സൂട്ട് കേസ് പോലെ ഒരു പിടിയൊക്കെ വെച്ചു കൊടുത്ത്, അന്തസ്സുള്ള തറവാട്ടുകാരനാണോ എന്നറിയാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ കയ്യിലുള്ള ഇറച്ചി നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്. ഒരു വലിയ കലത്തിൽ, ഇറച്ചിക്കലം, 1 കുടം വെള്ളമൊഴിച്ചാണ് അമ്മ ഇറച്ചിക്കറി ഉണ്ടാക്കിയിരുന്നത്. അരറാത്തലിറച്ചിക്കോ 1/2 കിലോ പോലും ഇല്ല അരറാത്തലെന്ന് പറഞ്ഞാൽ. 1 കുടം വെള്ളമോ? നാട്ടിലുള്ള ചേന, ചേമ്പ്, കാച്ചിൽ, ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞ് പുഴുങ്ങി അതിലിടും. ഇറച്ചിയിടും, കുറേ മസാല അങ്ങിടും. ആ മസാലയുടെ മണമാണ് ഇറച്ചിക്കറിയുടെ മണമായിട്ട്. അല്ലാണ്ട് ഇറച്ചി പുഴുങ്ങി തന്ന ആരെങ്കിലും തിന്നുമോ? ആ മസാലയെല്ലാം കൂടെ ചേർന്ന് അതാണ് രുചി. ഞങ്ങളുടെ മുന്നിൽ ഇറച്ചി കോപ്പ. ആ കോപ്പയിൽ ഇറച്ചിക്കറിയേ വിളമ്പാറുള്ളൂ, മണ്ണിൻ്റെ കോപ്പ. അതിലേക്ക് ഒരു തവി, വലിയ ചിരട്ടത്തവി കൊണ്ട് ഇറച്ചിക്കറി കോരി ഒഴിക്കുകയാണ് അമ്മ ചെയ്യുക. ആ ഇറച്ചിക്കോപ്പയിൽ ഇറച്ചീൻ്റെ ഒരു കഷണം കാണണമെങ്കിൽ നേവിയിൽ നിന്ന് ഹെലികോപ്റ്റർ വരുത്തി മുകളിൽ നിർത്തി കയറ് കെട്ടി ഇറങ്ങി മുങ്ങിത്തപ്പി നോക്കണം. ഇതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആ കാലത്തിൻ്റെയൊക്കെ ഇറച്ചി തീറ്റ. ഇന്ന് നമ്മുടെ വീട്ടിലെ ബ്രോയിലർ ചിക്കൻ ഒറ്റ ഇരിപ്പിന് 1.5 കിലോ ബ്രോയിലർ ചിക്കൻ തിന്നും. അങ്ങനെ ബ്രോയിലർ ചിക്കൻ 4 നേരവും തിന്ന് ബ്രോയിലർ ചിക്കനെ പോലെ ആയിരിക്കുകയാണ്. ക്യാൻസർ പെരുകുന്നു, ദഹനരോഗങ്ങൾ പെരുകുന്നു, അമിതവണ്ണം വരുന്നു. മാംസാഹാരം, അത് വൈറ്റ് മീറ്റ് ആയാലും റെഡ് മീറ്റ് ആയാലും ശപിക്കപ്പെട്ട ഭക്ഷണമാണ്. ശ്രീനാരായണ ഗുരുസൂക്തങ്ങൾ എന്ന് പറഞ്ഞ് ശ്രീനാരായണ ആശ്രമങ്ങളിലെല്ലാം കിട്ടുന്ന ഒരു കുഞ്ഞി പുസ്തകമുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം ഒന്ന് പരിചയപ്പെടുത്താം. ശവഭക്ഷണമാണ്. അതിൻ്റെതായ തകരാറുകളെല്ലാം. ഒരു കഷണം ഇറച്ചിയിൽ ആ ജീവിയുടെ മലവും മൂത്രവും അശുദ്ധവായുവും അശുദ്ധ ജലവും എല്ലാം ഉണ്ടാകുമല്ലോ. ആരോഗ്യകരമായ ഭക്ഷണം ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയായി ഫുഡായി മാറ്റിയിട്ടുള്ള സസ്യങ്ങൾക്ക് മാത്രമാണുള്ളത്. ഈ ശാസ്ത്രതത്വം അടിവരയിട്ട് ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു വിഷയം, ഇറച്ചി മൃഗങ്ങളിലെ ആൻറ്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം, അതേപോലെ അവയ്ക്കൊരു കരുത്തുമില്ല എന്നുള്ളൊരു കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി, മൃഗങ്ങളെ കൊല്ലരുതേ എന്ന് പറയുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാകുന്നത്. ചിഞ്ചുറാണിക്ക് അഭിവാദ്യങ്ങൾ. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ദിവസവും രാവിലെ 6:30 മണിക്ക് നമ്മുടെ ഒരു എപ്പിസോഡ് നേച്ചർ ലൈഫ് TVയിൽ ഉണ്ടാകും. ദിവസേന വൈകിട്ട് 8 മണിക്ക് നേച്ചർ ലൈഫിൻ്റെ വെബിനാർ നടക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റിൽ. നേച്ചർ ലൈഫിൻ്റെ നമ്പറുകളിൽ വിളിച്ചാൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. നന്ദി, നമസ്കാരം. കൊറോണയും നിപ്പയും നേരും നുണയും നേരിടേണ്ടതെങ്ങനെ? നമ്മുടെ നേച്ചർ ലൈഫ് സംഗമം വീണ്ടും നടക്കുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ. നവംബർ 21 ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ. കുടുംബസമേതം വരണം. വിശദ വിവരങ്ങൾക്ക് 9496044503.